ഭാരതം വിശ്വഗുരുവാകുന്ന കാലം വിദൂരമല്ലെന്ന് ഓസ്ട്രേലിയൻ മുൻ പ്രധാനമന്ത്രി ടോണി അബട്ട്. 21ാം നൂറ്റാണ്ട് ഭാരതത്തിന്റേതാണ്. ലോക നേതാവെന്ന പദവി അധികം വൈകാതെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സ്വന്തമാക്കും. ലോകത്തെ പുതിയ സൂപ്പർ പവറാണ് ഭാരതമെന്നും ടോണി അബട്ട് പറഞ്ഞു. ലോകവേദിയിൽ ഭാരതത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ടാണ് മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ടോണി അബട്ട് സുപ്രധാന പ്രസ്താവന നടത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിന് സുസ്ഥിരമായ മൂല്യങ്ങളുടെ അടിത്തറയുണ്ട്. As Prime Minister, I would frequently say that India was the world's emerging democratic superpower. I think India has emerged now. I think it is the second democratic superpower. And if there is to be a leader of the free world in 40 or 50 years' time, I think it's at least as likely to be the Prime Minister of India as it is the President of the United States. We should not assume that just because China's economy is much bigger than India's today, that is still going to be the case in a few decades' time. India has, I think, three priceless advantages over China. Democracy, which in the end brings out the best in people. The rule of law, which in the end means that people will be treated fairly. And to a great extent, the English language, which rightly or wrongly tends to be the world's common language. So I think India has got some big advantages, and I think it is now well and truly making the most of them. ഭാരതത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളും സാമ്പത്തിക വളർച്ചാ സാധ്യതകളും രാജ്യത്തെ ലോകശക്തിയായി മാറ്റുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കൂടാതെ ഇൻഡോ പസഫിക് സഹകരണത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ ടോണി അബട്ട് ഭാരതവും ഓസ്ട്രേലിയയും തമ്മിലുള്ള തന്ത്രപ്രധാനപരമായ ബന്ധം ശക്തിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. സ്വതന്ത്രമായ ഇൻഡോ പസഫിക് മേഖല ഉറപ്പുവരുത്തുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര പ്രതിരോധ സഹകരണങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്നും ടോണി അബട്ട് കൂട്ടിച്ചേർത്തു. Sometimes the Western liberal or leftist press is critical of India under Modi. He's seen as a sort of a subcontinental Trump, and that's a criticism. I keep saying anyone who knows India appreciates it's got a riotously free media, it's got a robustly independent judiciary, and it has completely free and fair elections, and that's democracy. അതേസമയം ചൈനയുടെ വിദേശ നയങ്ങളെയും ആഗോള ലക്ഷ്യങ്ങളെയും ടോണി അബട്ട് നിശിതമായി വിമർശിച്ചു. ചൈനയുടെ യഥാർത്ഥ ലക്ഷ്യം ലോകമെമ്പാടുമുള്ള ആധിപത്യമാണ്. ചൈനയുടെ അതിർത്തി തർക്കങ്ങളും ആഗോള ഇടപെടലുകളും ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയത്. NDTV വേൾഡ് സമ്മിറ്റ് 2025 അദ്ദേഹം ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് ജനം.